ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബിലൂസ്. ഇപ്പോഴത്തെ സീസണിൽ നമ്മൾ പുറത്തു പോയിട്ട് തിരികെ വരുമ്പോൾ നമുക്ക് നല്ല ദാഹം അനുഭവപ്പെടും. നമ്മുടെ വീട്ടിൽ കായ്ബലം തരുന്ന ഒരു നാരകത്തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നാരങ്ങ പറിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കടയിൽ പോയി കുടിച്ചാലൊന്നും നമ്മുടെ വീട്ടിലടിക്കുന്ന ജ്യൂസിൻ്റെ അത്രയും രുചി വരില്ല. കൃഷി സംബന്ധമായ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീട്ടിൽ ഒരു നാരകച്ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നാരങ്ങ നമുക്ക് ആ ചെടിയിൽ നിന്നും കിട്ടും. ചിലർ നാരകം നട്ടാൽ പൂക്കും, പക്ഷേ കായ്ക്കുന്നില്ല എന്നാണ് പറയുന്നത്. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ നന്നായി നാരകം കായ്പിച്ചെടുക്കാം. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം നാരകം നടാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ടത്. ഇപ്പോൾ നഴ്സറികളിൽ നിന്നും കായ്ച്ചു നിൽക്കുന്ന നാരകത്തൈകൾ വാങ്ങുവാൻ ലഭിക്കും. അവ വാങ്ങി നടുന്നതായിരിക്കും നല്ലത്. നാരകത്തിൽ തന്നെ ഒരുപാട് വെറൈറ്റി തൈകൾ ഇപ്പോൾ നഴ്സറികളിൽ ഗ്രാഫ്റ്റ് ചെയ്തു വരുന്നുണ്ട്. സീഡ്ലെസ് നാരകം നടുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതിന് ചെറുനാരകത്തേക്കാൾ വലിപ്പവും നീരും കൂടുതലായിരിക്കും. അതുപോലെ എല്ലാ സീസണിലും നാരങ്ങ കിട്ടുകയും ചെയ്യും. നാരകത്തിന് എല്ലാ ദിവസവും നനച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വാട്ടർ സ്ട്രെസ് കൊടുക്കുമ്പോൾ പൂക്കാനും കായ്ക്കാനുമുള്ള ടെൻഡൻസി ഉണ്ടാകും. നാരകത്തെ നടുമ്പോൾ 2 അടി താഴ്ചയുള്ള കുഴിയെടുത്ത് അതിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയും മേൽമണ്ണും മിക്സ് ചെയ്ത് വേണം തൈ നടുവാൻ. നാരകത്തൈ നട്ട തടത്തിൽ വെള്ളം കെട്ടിക്കിടക്കരുത്. വെള്ളം കെട്ടിക്കിടന്നാൽ നാരകം നശിച്ചു പോകും. നാരകച്ചെടിയിൽ നിന്ന് നാരങ്ങ പൊട്ടിച്ചെടുക്കുമ്പോൾ കുലയോടുകൂടി കട്ട് ചെയ്തെടുക്കണം. അപ്രകാരം ചെയ്യുമ്പോൾ ആ ഭാഗത്തു നിന്നും കൂടുതൽ ബ്രാഞ്ചസ് പുതിയതായി ഉണ്ടാവുകയും അവയെല്ലാം പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. പൊട്ടാസ്യം അടങ്ങിയ വളങ്ങൾ കൊടുക്കുന്നത് നാരകം പെട്ടെന്ന് പൂക്കുവാൻ സഹായിക്കും. നമ്മുടെ നിത്യജീവിതത്തിൽ നാരങ്ങയ്ക്ക് ധാരാളം പ്രാധാന്യമുണ്ട്. വൈറ്റമിൻ സിയുടെ കലവറയാണ് നാരങ്ങ. അതുകൊണ്ട് തന്നെ നാരങ്ങയ്ക്ക് ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളുണ്ട്. അച്ചാറിടാനും സാലഡിനും ജ്യൂസ് അടിച്ച് കുടിക്കാനുമെല്ലാം നാരങ്ങ ഉപയോഗിക്കാറുണ്ട്. ഫിഷ് ഫ്രൈയിലും ചിക്കൻ ഫ്രൈയിലുമെല്ലാം നാരങ്ങ ഭംഗി കൂട്ടാനും രുചി വർദ്ധിപ്പിക്കാനും ഉപയോഗിക്കുന്നു. ചിലർ പറയും നാരകം നടുന്ന സ്ഥലം നശിച്ചു പോകുമെന്ന്. അങ്ങനെയാണെങ്കിൽ മാർക്കറ്റുകളിൽ എത്രമാത്രം നാരങ്ങയാണ് ദിവസവും വരുന്നത്? ആ സ്ഥലങ്ങളെല്ലാം നശിച്ചു പോകേണ്ടതല്ലേ? നാരകം നട്ടത് മൂലം വീട് നശിച്ചു പോകുന്നതിന് പകരം നാരകം നട്ട് വളർത്തി അതിൽ നിന്ന് വിളവെടുക്കുന്നവർക്ക് സാമ്പത്തിക നേട്ടമല്ലേ കിട്ടുന്നത്? പിന്നെ എങ്ങനെയാണ് നാരകം നട്ടാൽ വീട് നശിക്കും എന്ന് പറയുന്നത്? എല്ലാവർക്കും അവരുടേതായ വിശ്വാസങ്ങളുണ്ട്. ഞാൻ എൻ്റെ വിശ്വാസമാണ് പറഞ്ഞത്. നിങ്ങൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത്.